ഹലോ ഗൈസ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഇതാ 3 പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായിട്ടാണ്. അപ്പോൾ ഈ ഒരു 3 ബോട്ടിൽ വെച്ചിട്ട് നമ്മളിന്നൊരു ഹെൽപ്ഫുള്ളായിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മുടെ കിച്ചണ് ഒരു മേക്ക് ഓവർ കൊടുക്കാൻ പോവുകയാണ്. കിച്ചൺ ഒന്ന് ഒതുക്കി വെക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നൊരു സംഭവമാണ് നമ്മൾ ഈ ഒരു 3 ബോട്ടിൽ വെച്ചിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുൻപ് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ പേര് അശ്വതി എന്നാണ്. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേലുള്ള പണി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബോട്ടിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ 3 ബോട്ടിലും കട്ട് ചെയ്തായിട്ടുണ്ട്. ഒരേ നീളത്തിലാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ അടിയിലത്തെ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഓരോന്നും ഒരേ ലെവലിൽ തന്നെ ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ അടുത്തുണ്ടായിരുന്ന 2 ബോട്ടിൽ സെയിം ആയിരുന്നു, ഒരു ബോട്ടിൽ കുറച്ച് ഡിഫറൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് ഒരേ അളവിൽ തന്നെ ഞാൻ 3 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു ലെങ്ത്തിൽ, അതായത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ലെങ്ത്ത് അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ അത്രയും കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഇത് കവറാണ്. നമ്മൾ കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ കിട്ടുന്നൊരു കവറില്ലേ, ആ ഒരു കവറാണിത്. അപ്പോൾ ഇതിൽ നിന്നും ഞാൻ നീളമുള്ളൊരു പീസ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എത്ര നീളമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം നീളത്തിലുള്ളൊരു പീസ് കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അതിന് ഞാൻ 2 ആക്കിയിട്ട് മടക്കിയിട്ട് ഇതേപോലെ നടുവേ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ നീളം എത്രയാണെന്ന് ഒരു ഐഡിയയിലെങ്കിലും വീതി എന്ന് പറയുന്നത് ഏകദേശം ഒരു 1.5 ഇഞ്ച് 3 ഇഞ്ച് ആ ഒരു അളവിലെടുത്ത് അത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. പക്ഷേ അതിന് മുൻപേ നമുക്ക് ഈ ഒരു ബോട്ടിലുണ്ടല്ലോ, അത് 3ഉം യോജിപ്പിച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കണം. അപ്പോൾ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഞാൻ ഇതേപോലെ 3 എണ്ണവും സെറ്റാക്കി എടുത്തിട്ടുണ്ട്, 3 എണ്ണം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കവറിൻ്റെ പീസ് ഉണ്ടല്ലോ, ആ ഒരു പീസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ഇതുപോലെയാണ് മടക്കി കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഒരറ്റം നടുവിലേക്ക് കൊണ്ടുവന്ന് മടക്കി കൊടുത്തു. പിന്നെ അതിൻ്റെ അടുത്തറ്റം അതിൻ്റെ നേരെ മുകളിലായിട്ട് ഇതേപോലെ മടക്കി കൊടുത്തു. എന്നിട്ട് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് ഞാൻ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ അതേപോലെ തന്നെ മടക്കിയിട്ട് താഴെ വരെ നമ്മൾ ഈ ഒരു ഫോൾഡ് ചെയ്ത രീതിയിൽ തന്നെ ഇതേപോലെ തന്നെ മടക്കി കൊടുക്കുകയാണ്. ഇതിങ്ങനെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുന്നതിന് പകരം നമ്മുടെ ഈ ഡബിൾ സൈഡ് സ്റ്റിക്കർ ഉണ്ടല്ലോ, ആ ഒരു സ്റ്റിക്കർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ അടുത്ത് അതില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാനിത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് കഷ്ടപ്പെടുത്തി ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ 2 പീസ് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു 2 പീസ് നമ്മൾ ഇതേ രീതിയിൽ തന്നെയാണ് ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്തായാലും അവസാനം വരെ ഈ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് തന്നെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഒട്ടിക്കുന്ന ടൈമിൽ കൈ ചെറിയ രീതിയിൽ പൊള്ളാൻ ചാൻസ് ഉണ്ട് ഈ ഒരു രീതിയിൽ ഒട്ടിക്കുമ്പം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. ഇത് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പീസ് നമ്മൾ ഈ ഒരു ബോട്ടിലിൻ്റെ ഒരു ബോർഡർ പോലെ കൊടുക്കാൻ, ആ ഒരു ഭാഗം മറച്ച് വെക്കാൻ, അതായത് മുകളിലത്തെ ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഭാഗം ഉണ്ടല്ലോ അത് മറക്കണം. അപ്പോൾ അത് മറക്കണം. പിന്നെ അതിനൊരു ഡിസൈൻ പോലെ കൊടുക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് തന്നെ ഈ ഒരു ബോട്ടിലേക്ക് നമ്മൾ ഈ ഒരു നമ്മുടെ സംഭവം ഇതേപോലെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ബോട്ടിൽ 3ഉം ഇതേപോലെ കൂട്ടിയിട്ട് ഒടിച്ചാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു മടക്ക് ഭാഗങ്ങളൊക്കെ നമ്മൾ ഉള്ളിലേക്ക്, ആ ഒരു കവറിൻ്റെ ഭാഗം നമ്മൾ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതേപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് അതേ ഷേപ്പിൽ. അതായത് ബോട്ടിൽ ഇപ്പോൾ 3 ഭാഗമായിട്ടുള്ളത് ഇപ്പോൾ ഒറ്റ പാർട്ടായിട്ടാണുള്ളത്. അപ്പം നമ്മൾ ആ ഒരു മടക്ക് വരുന്ന രീതിയിലേക്ക് ആ ഒരു മടക്കിന് വരുന്ന സ്ഥാനത്തുനിന്നും അത് ഉള്ളിലേക്ക് ഇങ്ങനെ ഉന്തിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തന്നെ നമ്മൾ ഈ ഒരു മുഴുവൻ സൈഡും നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒന്ന് തികയില്ല. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതായത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചത് ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഇതേപോലെ തന്നെ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് അടുത്ത എവിടെ നിന്ന് മറ്റേത് അവസാനിച്ചോ അതിൻ്റെ നേരെ അപ്പുറത്തുനിന്ന് തന്നെ അതിൻ്റെ നേരെ അടുത്തുനിന്ന് തന്നെ മേലെ കൂടെ തന്നെ ഒട്ടിച്ചിട്ട് ആ ഒരു ഭാഗം കൂടെ നമ്മൾ ഇതേപോലെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ജസ്റ്റ് ഇതിൻ്റെ ആ ഒരു പുറമേ കാണുന്ന ആ ഒരു ഭാഗം കവർ ചെയ്യുക. അതേപോലെ തന്നെ ഇതിനൊരു ബോർഡർ പോലെ കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് ഭംഗിയാക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ്. അപ്പോൾ ഇതിന് പകരം ഈ ഒരു കവറിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും നല്ല ഡിസൈനൊക്കെ വരുന്ന തുണികൾ, അതേപോലെ തന്നെ നമ്മുടെ പഴയ ചുരിദാറിൻ്റെ ഒക്കെ ലേസ് കാര്യങ്ങൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ ഹെയർ ബാൻഡ് ഉണ്ടാക്കുന്ന ലേസ്, അങ്ങനത്തെ ഒത്തിരി ലേസൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ജസ്റ്റ് ഡെക്കോറേറ്റ് ചെയ്ത് കൊടുക്കാന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ഈ റെഡിയായിരുന്നു എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കവർ വെച്ചിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന കാര്യം നിങ്ങൾക്കിത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കിച്ചണിലേക്കാണ് ആവശ്യമായിട്ടുള്ള സംഭവമാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സ്പൂണും അതേപോലെ തന്നെ കത്തി പിന്നെ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇട്ട് വെക്കാനുള്ള ഒരു സംഭവമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. സ്റ്റാൻഡിലൊക്കെ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സംഭവം. ഈ ഒരു സ്പൂണും കത്തിയും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ ഇവിടെയായിട്ട് ചിതറൊക്കെ കിടക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു സംഭവം, ഇതുപോലൊരു പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയും വൃത്തിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പഴയ അതായത് കളയാൻ വെച്ചിരുന്ന ബോട്ടിൽ, ഹരിതകർമ്മസേനക്കൊക്കെ കൊടുക്കാൻ വേണ്ടി വെച്ചിരുന്ന ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈസി ആയിട്ട് ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു DIY ആണ്. എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇതുപോലെ യൂസ്ഫുൾ ടിപ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളവർ ആരെങ്കിലും ഫാമിലിയിലും ഫ്രണ്ട്സായിട്ടൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസൊക്കെ എന്നും കാണാമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബൈ ബൈ, സീ യു.